Hey, hello everyone, welcome back. It's me Sabi. Today I'm sharing a recipe video. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഒരു 1/4 കപ്പ് കാഷ്യൂ ഞാൻ ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ദെൻ മിൽക്കി മിസ്റ്റിൻ്റെ കേർഡ് എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് കസൂരി മേത്താണ്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പെപ്പർ പൗഡർ, ദെൻ ഏലക്കായ് പൊടിച്ചതും പിന്നെ കുറച്ച് ഗരം മസാലയും സാൾട്ടും കൂടി ആവശ്യമാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ കേർഡ് ഇടുന്നുണ്ട്. കേർഡ് ഏത് കമ്പനീൻ്റെ കേർഡായാലും പ്രശ്നമില്ല, പക്ഷേ എന്താ പറ്റില്ല, പുളി ഉണ്ടാകാൻ പാടില്ല. പുളി ഇല്ലാത്ത കേർഡ് എടുക്കാൻ നോക്കുക. പുളിയിലെ കേർഡ് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കറിക്ക് ഭയങ്കര പുളിയായിപ്പം. സോ ഇത് ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ കേർഡാണ് എടുത്തിട്ടുള്ളത്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ പൗച്ച് കേർഡ് വരുന്നുണ്ട്, അതെടുത്താലും പ്രശ്നമില്ല. ഒരു 35 റുപ്പീസിൻ്റെ കണ്ടെയ്നറിൽ വരുന്ന കേർഡായാലും മതി കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യുക. കാഷ്യൂ നട്ട്സ് സോക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് സോക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. ദെൻ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കുക. ഈ ഒരു ടെക്സ്ചറിലാണ് ഈ കാഷ്യൂൻ്റെ പേസ്റ്റ് വരുന്നത്. ഇതാണ് ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ദെൻ ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമ്മളിപ്പം പേസ്റ്റ് ആക്കി എടുത്ത ഈ കാഷ്യൂൻ്റെ മിക്സ് എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ നമ്മളെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇത്രയും പോർഷനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിലേക്ക് ഏലക്ക പൊടിച്ചത്, ഏലക്ക പൊടി വേറെ ഡിഫറെൻറ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഏലക്ക പൊടിച്ചത് ഇടുന്നത്. ദെൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുകൂടാണ്ട് നമ്മൾ എല്ലാ മലയാളീസ് ചെയ്യുന്നത് പോലെ നമ്മൾ പേസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് മിക്സിയിൽ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓവറായിട്ട് വെള്ളം ആഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ദെൻ നല്ലപോലെ അത് ആ ഒരു മിക്സ്ചർ നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ, അതായത് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആവുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ദെൻ അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗരം മസാല പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു ടീസ്പൂൺ ഒരു ടീസ്പൂണും അതിൻ്റെ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവൻ്റെ പൊടിയാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ പിശുക്ക് കാണിക്കാൻ നല്ല രീതിയിലിടാം. ഞാൻ UAE യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ കസൂരി മേത്തി ഇങ്ങനെ കൈ കൊണ്ട് റബ്ബ് ചെയ്യുമ്പം നല്ല രീതിയിൽ പൊടിയായിട്ട് വരുന്നുണ്ട്. ബട്ട് ഇത് ബേക്കേഴ്സിൻ്റെ കസൂരി മേത്തിയാണ്. ഇതെന്ത് ഇങ്ങനെ വരുന്നത് എനിക്കറിയില്ല. ഞാനൊരു കൈ കണക്കാണ് ഇട്ടിട്ടുള്ളത്. ഒരു കൈ ഫുള്ളും പിന്നെ അതിൽ കുറച്ചും കൂടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇതാണ് ആ ഒരു കറിക്ക് എൻറ്റയർ ആയിട്ടുള്ള ടേസ്റ്റ് കൊണ്ട് കൊടുക്കുന്നത്. സോ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ആഡ് ചെയ്യണം. നല്ല രീതിയിൽ ആ ഒരു പേസ്റ്റ് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 500 to 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതും കറി പീസാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും ബെസ്റ്റ്, ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വലിയ പീസായിട്ടുള്ള ചിക്കൻ ആക്കുന്നതാണ് നല്ലത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ബാച്ചായിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ചെറിയ പീസാണെങ്കിൽ. അങ്ങനെ നല്ല രീതിയിൽ സോക്ക് ചെയ്യുന്ന പോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 hours ഫ്രിഡ്ജിലേക്ക് വെക്കാം. മിനിമം 2 hours വെക്കാം. ഇപ്പം സമയം 5:45. നമുക്കൊരു 7:45 നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ഡോ മേക്ക് ചെയ്യാം. ആദ്യം തന്നെ 2 കപ്പ് ബൗളിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈദപ്പൊടി ആഡ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ ഒന്നും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യണം. അതിന് മുന്നേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ എന്ത് ചെയ്യുക, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ദെൻ നമുക്ക് 2
വെജിറ്റബിൾസും സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡോ ഉണ്ടാക്കണം. ഡോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സാധാരണ അല്ലാതെ വെള്ളം അല്ലെങ്കിൽ പാലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ നേരത്തെ എടുത്ത മൈദേൻ്റെ അതേ സെയിം കപ്പിൽ ഒരു കപ്പ് ഫുള്ള് പാലും അതിൻ്റെ കപ്പ് തൈരും യൂസ് ചെയ്തിട്ട് ആ ഒരു മിക്സ്ചറാണ് ഇവിടെ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏതൊരു ആൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അത് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പിയിൽ 2 hours ഒക്കെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഡോ. പക്ഷെ ഇതിലത് ആവശ്യമില്ല. അങ്ങനെ ആ ഒരു അളവിലെടുത്തതിന് ശേഷം നല്ല രീതിയിൽ കട്ടയൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല മിക്സ് ആക്കിയാൽ മതി. എന്നിട്ട് കുറച്ചായിട്ട് ഈ മിക്സ്ചർ നമുക്ക് മാവിലേക്ക് മൈദ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്കത് മിക്സ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാലെടുക്കുമ്പം ഒരിക്കലും തണുത്ത പാലെടുക്കാൻ വേണ്ടി പാടില്ല. അത് പൊരിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ബട്ടർ ഫ്ലഫി ആയിട്ട് വരില്ല. പാല് അഥവാ തണുപ്പുള്ള പാലാണെങ്കിൽ ഒന്നിക്കത് കുറച്ച് നേരത്തെ പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറാക്കുക. അല്ലെങ്കിൽ നമുക്കതൊന്ന് ചൂടാക്കിയിട്ട് ഒരു നോർമൽ ചൂടിലേക്ക് നമുക്കത് യൂസ് ചെയ്യാം, ചെറിയ ചൂടിൽ. അങ്ങനെ ഡോ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് വേണ്ടത്, നല്ല ഹാർഡ് ആവാൻ പാടില്ല. എന്നിട്ട് ഡോ കുഴച്ചതിന് ശേഷം അതിൻ്റെ മേൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഒരു 1/2 hourലേക്ക് നമുക്ക് ഡോ സെറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ 1/2 hourന് ശേഷം ഡോ തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് ഡോ. 1/2 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഡോ നമുക്ക് നമുക്കത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ബോൾസ് ആക്കിയിട്ടെടുക്കാം. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ഇങ്ങനത്തെ ബോളാക്കും. ചെറുതാണെങ്കിൽ ചെറുതാക്കാം, വലുതാണെങ്കിൽ വലുതാക്കാം. ഞാനിങ്ങനെ കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലുള്ള ബോൾസാണ് ആക്കിയെടുത്തത്. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്യാം ടേബിൾ ടോപ്പിൽ. അത് ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അതാണ് ഇതിങ്ങനെ വരുന്നത്. കുറച്ച് അത്യാവശ്യം നല്ല കട്ടിക്ക് വേണം ഈ ഒരു ഡോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ലൂസാകാൻ വേണ്ടി പാടില്ല. നല്ല ചപ്പാത്തിൻ്റെ രീതിയിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. എന്നിട്ട് ഞാൻ 4 പോർഷനാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അടുപ്പ് വെച്ചിട്ട് അത്യാവശ്യം നല്ല ചൂടാകുമ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു ബട്ടൂര് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബട്ടൂര് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 hours ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ മിക്സ് നമുക്ക് എടുത്തിട്ട് ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ മാത്രം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. അതിനുശേഷം ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ നമുക്ക് അതിൻ്റെ അത്ര ഓയിൽ വേണ്ട, അത് കുറച്ച് ഓയിൽ കളഞ്ഞിട്ട് ഈ ബാക്കി വന്ന മിക്സ്ചർ അതിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ എടുത്തിട്ട് നമുക്ക് വീണ്ടും ആ കറിയിലേക്ക് ഇടാം. അങ്ങനെ ഫ്രൈ ചെയ്ത എല്ലാ ചിക്കനും നമ്മൾ ഗ്രേവിയിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. തട വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലല്ല, മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീം. ഈ ഫ്രഷ് ക്രീമാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റും അതുപോലെ തന്നെ തിക്നെസ്സും കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര തിക്കിലാണ് വേണ്ടത് അത്രയും ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. ഇനി അതെല്ലാം ലൂസിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. വെള്ളത്തിന് പകരം പാൽ ആഡ് ചെയ്താലും പ്രശ്നമില്ല. അങ്ങനെ അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും പിന്നെ ഒറിഗാനും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ലാസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഉണ്ടാ നോക്കിയിട്ട് ഉപ്പ് നമുക്ക് ഇട്ടെടുക്കാം. ലാസ്റ്റ് മല്ലിയിലയും കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കറി റെഡിയായി. ഇതാണ് ബട്ടൂരിൻ്റെ അവസ്ഥ. നമ്മൾ നേരം കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.